നമസ്കാരം. സഹ്യ ന്യൂസിലേക്ക് സ്വാഗതം. കോഴിക്കോട് മെഡിക്കൽ കോളേജ് മാതൃ ശിശു സംരക്ഷണ കേന്ദ്രത്തിൽ അവയവം മാറി ശസ്ത്രക്രിയയിൽ ഡോക്ടർ ബിജോൺ ജോൺസന് തിരിച്ചടിയായി മെഡിക്കൽ ബോർഡ് റിപ്പോർട്ട്. ഡോക്ടർക്ക് ചികിത്സാ പിഴവ് സംഭവിച്ചെന്നാണ് മെഡിക്കൽ ബോർഡിന്റെ കണ്ടെത്തൽ. കൈവിരലിന് പകരം നാവിൽ ശസ്ത്രക്രിയ നടത്തിയത് ചികിത്സാ പിഴവാണെന്നും മെഡിക്കൽ ബോർഡിന്റെ റിപ്പോർട്ടിൽ പറയുന്നു. മെഡിക്കൽ ബോർഡ് റിപ്പോർട്ട് പോലീസിന് കൈമാറി. മെഡിക്കൽ ബോർഡിന്റെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ മെഡിക്കൽ നെഗ്ലിജൻസ് ആക്ട് പ്രകാരം ഡോക്ടർക്കെതിരെ പോലീസ് നടപടിയെടുക്കും. ഡോക്ടർക്ക് നോട്ടീസ് അയച്ച കേസിൽ കുറ്റപത്രം സമർപ്പിക്കുമെന്നും പോലീസ് വ്യക്തമാക്കി. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ അവയവം മാറിയാണ് ശസ്ത്രക്രിയ നടത്തിയതെന്നാണ് ഇന്ന് പോലീസ് അന്വേഷണത്തിലെ കണ്ടെത്തലെന്നും, എന്നാൽ പിഴവ് സംഭവിച്ചോ എന്ന് പറയേണ്ടത് മെഡിക്കൽ ബോർഡാണെന്നും അന്വേഷണ ഉദ്യോഗസ്ഥനായ മെഡിക്കൽ കോളേജ് ACP K പ്രേമചന്ദ്രൻ പറഞ്ഞിരുന്നു. പ്രഥമദൃഷ്ട്യാ സംശയങ്ങളുണ്ടെന്നും മെഡിക്കൽ ബോർഡിന്റെ റിപ്പോർട്ട് പരിശോധിച്ച തുടർ നടപടി സ്വീകരിക്കുമെന്നും ACP പറഞ്ഞു. കേസെടുക്കണമെന്നാണ് മെഡിക്കൽ റിപ്പോർട്ടെങ്കിൽ അത്തരം നടപടികളും സ്വീകരിക്കുമെന്നും ACP കൂട്ടിച്ചേർത്തു. 4 വയസ്സുകാരിക്ക് കൈവിരലിനു പകരം നാവിന് ശസ്ത്രക്രിയയ്ക്ക് വിധേയമാക്കിയ സംഭവത്തിലാണ് പോലീസ് അന്വേഷണം നടന്നത്. സംഭവത്തിൽ മെഡിക്കൽ ബോർഡും രൂപവൽക്കരിച്ചിരുന്നു. മെഡിക്കൽ നെഗ്ലിജൻസ് ആക്ട് പ്രകാരം കോഴിക്കോട് മെഡിക്കൽ കോളേജ് പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിൽ അന്വേഷണ ഉദ്യോഗസ്ഥന്റെ അപേക്ഷാ പ്രകാരമാണ് ജില്ലാ മെഡിക്കൽ ഓഫീസർ വിദഗ്ധരെ ഉൾപ്പെടുത്തി നേരത്തെ മെഡിക്കൽ ബോർഡ് രൂപീകരിച്ചത്. അവയവം മാറി ശസ്ത്രക്രിയയ്ക്ക് വിധേയയായ കുട്ടിയുടെ ചികിത്സയുമായി ബന്ധപ്പെട്ട രേഖകൾ, ഡ്യൂട്ടി രജിസ്റ്റർ, ശസ്ത്രക്രിയ നടത്തിയ ഡോക്ടർ, ഡ്യൂട്ടിയിൽ ഉണ്ടായിരുന്നവർ എന്നിവർ പോലീസിന് നൽകിയ മൊഴി തുടങ്ങിയവ പരിശോധിച്ച ശേഷമാണ് മെഡിക്കൽ ബോർഡ് പോലീസിന് റിപ്പോർട്ട് നൽകിയത്. മെഡിക്കൽ ബോർഡിന്റെ റിപ്പോർട്ടിന്റെ കണ്ടെത്തലുകളുടെ അടിസ്ഥാനത്തിലായിരിക്കും പോലീസിന്റെ തുടർ നടപടികൾ. ചെറുവണ്ണൂർ സ്വദേശികളുടെ മകളായ 4 വയസ്സുകാരിയുടെ 6ാം വിരൽ മാറ്റുന്നതിന് പകരം രക്ഷിതാക്കളെ അറിയിക്കാതെ നാവിൽ ശസ്ത്രക്രിയ നടത്തിയെന്നാണ് കേസ്. എന്നാൽ തെറ്റു പറ്റിയിട്ടില്ലെന്നും കുട്ടിയുടെ നാവിൽ കെട്ടു കണ്ടപ്പോൾ അടിയന്തരമായി ശസ്ത്രക്രിയ ചെയ്തുവെന്നുമാണ് ഡോക്ടർ ബിജോൺ ജോൺസൺ പോലീസിന് നൽകിയ മൊഴി. 6ാം വിരൽ മാറ്റാനുള്ള ശസ്ത്രക്രിയയ്ക്കായി കുട്ടിയെ പ്രവേശിപ്പിച്ചപ്പോഴാണ് നാവിൽ കെട്ടുള്ള കാര്യം ശ്രദ്ധയിൽപ്പെട്ടതെന്നാണ് ഡോക്ടറുടെ വാദം. ഡോക്ടറെ ആരോഗ്യവകുപ്പ് അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തിരുന്നു. ന്യൂസ് ഡെസ്ക്, സഹ്യ ന്യൂസ്.